ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ടെക്ബിറ്റ് പ്രോജക്ട്സിൻ്റെ മറ്റൊരു നോളജ് ഷെയറിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. നാം പഠിച്ചുകൊണ്ടിരുന്ന ഓർഡിനോ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ പലതരം ലൈബ്രറീസ്, ഫങ്ഷൻസ് ഇതെല്ലാം യൂസ് ചെയ്തിരുന്നു. അപ്പോൾ ഇതൊന്നും എന്തൊക്കെയാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നില്ല അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അത്തരം ഫങ്ഷൻസിനെ കുറിച്ചും ലൈബ്രറീസിനെ കുറിച്ചൊക്കെയാണ്. ഇറ്റ്സ് കോൾഡ് ഫങ്ഷണൽ ലൈബ്രറീസ്. അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഡിനോ ഇൻപുട്ട് ഔട്ട് ഫങ്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത്. അതിനു മുന്നേ ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ടെക്ബിറ്റ് പ്രോജക്ട്സ് അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. നമ്മൾ ഓർഡിനോ ബോർഡ് പഠിച്ചപ്പോൾ അതിൽ കുറേ പിൻസ് കണ്ടിരുന്നു അല്ലേ. ഡിജിറ്റൽ പിന്നായിട്ടും അനലോഗ് പിന്നായിട്ടും ഒക്കെ നമ്മൾ കുറച്ച് പിൻസ് അല്ലെങ്കിൽ ഹാർഡ്വെയർ പിൻസ് നമ്മൾ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ ഇത്തരം പിന്നുകളെ നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇൻപുട്ട് പിന്നായിട്ടും ഔട്ട്പുട്ട് പിന്നായിട്ടും അല്ലെങ്കിൽ റീഡ് മോഡിലും റൈറ്റ് മോഡിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഓർഡിനോയിൽ ഔട്ട്പുട്ട് ഇൻപുട്ട് അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നതും ഇവ എങ്ങനെയൊക്കെയാണ് കോൺഫിഗർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിൻ്റെ മോഡ് ഓഫ് ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസിൽ പ്രധാനമായ ഒന്നാമത്തേതാണ് പിൻ കോൺഫിഗർഡ് ആസ് ഇൻപുട്ട്. നമ്മുടെ പിൻസിനെ നമ്മൾ ഇൻപുട്ട് പിന്നാക്കി എങ്ങനെ സെറ്റ് ചെയ്യാം, അതെങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ബൈ ഡിഫോൾട്ട് ഓർഡിനോ പിൻസ് കോൺഫിഗർ ചെയ്തിരിക്കുന്നത് ഒരു ഇൻപുട്ട് പിന്നായിട്ടായിരിക്കും. അതായത് നമുക്ക് ഇൻപുട്ടായിട്ട് യൂസ് ചെയ്യുന്നതിന് നമ്മൾ പ്രത്യേകം ഡിക്ലറേഷനൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഇതിപ്പോൾ വർക്ക് ചെയ്യുന്നത് ഒരു ഹൈ ഇമ്പിഡൻസ് മോഡിലാണ്. അതായത് ഇതിന് മുന്നിൽ അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് പിന്നിന് മുന്നിൽ ഒരു സീരീസ് ആയിട്ടൊരു 100 ഓം റെസിസ്റ്റൻസ് കണക്ട് ചെയ്ത പോലെയാണ് ഇത് വർക്ക് ചെയ്യുക. അതായത് ഇതിനകത്തോടെ ഒഴുകുന്ന ഒരു ചെറിയ കറണ്ട് പോലും ഇതിൻ്റെ സ്റ്റേറ്റിനെ ചേഞ്ച് ചെയ്യിക്കും. അതായത് ചെറിയൊരു കറണ്ട് മതി, ഒരു ലിറ്റിൽ കറണ്ട് ഫ്ലോ ഉണ്ടെങ്കിൽ തന്നെ പിന്നിൻ്റെ സ്റ്റേറ്റ് 1 to 0 അല്ലെങ്കിൽ 0 to 1 ഷിഫ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ സെൻസർ റീഡിങ്സ് പിൻ മോഡ് ഇൻപുട്ടാക്കി സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എടുക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഒരു കപ്പാസിറ്റീവ് സെൻസറോ അല്ലെങ്കിൽ LED ബ്ലിങ്ക് ചെയ്യുന്നൊരു ഫോട്ടോ ഡയോഡ് വെച്ചോ അത്രയും ചെറിയ മൈന്യൂട്ട് കറണ്ട് പോലും ഓർഡിനോ പിൻസിന് ഡിറ്റക്റ്റ് ചെയ്യാൻ സാധിക്കും ഇൻപുട്ട് കോൺഫിഗറേഷനിൽ. അതായത് ഇതിങ്ങനെ സെറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്കൊരു മോഡ് ഓഫ് ഫങ്ഷൻ ഉണ്ട്. പിൻ മോഡ് പാരാൻസീസിനുള്ളിൽ പിൻ നമ്പർ ഇൻപുട്ട്. ഈ പിൻ മോഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വരും സെക്ഷനിൽ പറയാം. അടുത്തതായി ഇൻപുട്ട് സെക്ഷനിൽ തന്നെ നമുക്ക് പറയാവുന്ന മറ്റൊരു പോയിൻ്റാണ് പുള്ളപ്പ് റെസിസ്റ്റേഴ്സ്. എന്തിനാണ് പുള്ളപ്പ് റെസിസ്റ്റേഴ്സ് എന്ന് നോക്കാം. പുള്ളപ്പ് റെസിസ്റ്റേഴ്സ് സാധാരണയായി കണക്ട് ചെയ്യുന്നത് നമുക്കറിയാവുന്ന ഒരു സ്റ്റേറ്റിലേക്ക് നമ്മുടെ ഒരു പിന്നിനെ അല്ലെങ്കിൽ ഒരു ഇൻപുട്ട് പിന്നിനെ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്നുകിൽ പുൾ അപ്പ് റെസിസ്റ്റർ കൊടുക്കാം അല്ലെങ്കിൽ പുൾ ഡൗൺ റെസിസ്റ്റർ കൊടുക്കാം. പുൾ അപ്പ് റെസിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലസ് VCയിലേക്ക് അല്ലെങ്കിൽ 5 വോൾട്ടിലേക്ക് ഒരു റെസിസ്റ്റർ ഡയറക്റ്റ്ലി കണക്ട് ചെയ്യുന്നതായിരിക്കും. ദെൻ പുൾ ഡൗൺ റെസിസ്റ്റർ എന്ന് വെച്ചാൽ നേരെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നതായിരിക്കും. അതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ദിസ് ക്യാൻ ബി ഡൺ ബൈ ആഡിങ് എ പുൾ അപ്പ് റെസിസ്റ്റർ ടു പ്ലസ് 5 വോൾട്ട് ഓർ എ പുൾ ഡൗൺ റെസിസ്റ്റർ ടു ദി ഗ്രൗണ്ട്. സാധാരണയായി പുൾ അപ്പ് റെസിസ്റ്ററായിട്ട് ഉപയോഗിക്കുന്നത് 10K റെസിസ്റ്റൻസ് ആയിരിക്കും. പുള്ളപ്പ് റെസിസ്റ്റേഴ്സ് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്നുകിൽ ഇൻറ്റേർണൽ പുള്ളപ്പ് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യാം, അതർവൈസ് നമുക്ക് എക്സ്റ്റേണലി പുള്ളപ്പ് റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്യാം. ഇൻറ്റേർണൽ പുള്ളപ്പ് റെസിസ്റ്റേഴ്സ് എന്താണെന്നാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത്. ഏകദേശം 20,000-ഓളം പുള്ളപ്പ് റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ പുള്ളപ്പ് റെസിസ്റ്റേഴ്സ് നമുക്ക് സോഫ്റ്റ്വെയർ വെച്ച് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതായത് നമ്മുടെ കോഡിങ്ങിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതായത് ഇത് ആക്സസ് ചെയ്യുന്നത് ഒരു പിൻ മോഡ് നമുക്ക് ഇൻപുട്ട് അണ്ടർസ്കോർ പുള്ളപ്പ് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്രയും റെസിസ്റ്റൻസിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മോഡ് യൂസ് ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ ഇൻപുട്ട് റീഡിംഗ് മോഡ് നേരെ ഇൻവേഴ്സ് ആവുന്നതാണ്. അതായത് നമ്മൾ സാധാരണഗതിയിൽ എങ്ങനെയാണ് ഒരു ഹൈ കൊടുക്കുമ്പോൾ ഹൈയും ലോ കൊടുക്കുമ്പോൾ ലോയും ആയിട്ടായിരിക്കും നമ്മുടെ പിന്ന് റീഡ് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇൻപുട്ട് അണ്ടർസ്കോർ പുള്ളപ്പ് അല്ലെങ്കിൽ ഇൻറ്റേർണൽ പുള്ളപ്പ് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യുമ്പോൾ അത് റീഡ് ചെയ്യുന്നത് ഹൈ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു പ്ലസ് 5 വോൾട്ട് നമ്മുടെ പിൻ മോഡിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിൻ നമ്പറിലേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റീഡ് ചെയ്യുന്നത് 0 ആയിട്ടായിരിക്കും. ആൻഡ് ലോ അല്ലെങ്കിൽ ഒരു ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കണക്ഷനാണ് അങ്ങോട്ട് ചെല്ലുന്നതെങ്കിൽ അവിടെ 1 ആയിട്ടായിരിക്കും ഓർഡിനോ റീഡ് ചെയ്യുന്നത്. ഇങ്ങനെ രണ്ട് വ്യത്യാസങ്ങൾ നമ്മുടെ ഇൻറ്റേർണൽ പുള്ളപ്പ് റെസിസ്റ്റൻസ് യൂസ് ചെയ്യുമ്പോൾ റീഡിംഗ് മോഡിൽ വരാറുണ്ട്. ദെൻ
ഇതിൻ്റെ ഇൻറ്റേർണൽ പുൾ അപ്പ് റെസിസ്റ്റേഴ്സിൻ്റെ വാല്യൂസ് അത് സാധാരണ AVR ബോർഡിലൊക്കെയാണ് 20 കിലോ ഓം മുതൽ 50 കിലോ ഓം വരെയൊക്കെ വരും. ഇത് ബോർഡിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ദെൻ നമ്മളൊരു സെൻസർ നമ്മൾ ഈ പുള്ളപ്പ് റെസിസ്റ്റർ ഇൻറ്റേർണൽ പുള്ളപ്പ് റെസിസ്റ്റർ കണക്ട് ചെയ്തുള്ള സർക്യൂട്ടിൽ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടുള്ള ഒരു സർക്യൂട്ടിലേക്ക് നമ്മളൊരു സെൻസർ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മറ്റേ അറ്റം അല്ലെങ്കിൽ അതർ എൻഡ് ഷുഡ് ബി ഗ്രൗണ്ടഡ് ആയിരിക്കണം എന്നാണ് പറയുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പുഷ് ബട്ടൺ സ്വിച്ച് എടുക്കുകയാണെന്ന് വയ്ക്കും. പുഷ് ബട്ടൺ സ്വിച്ച് ഒരു പിന്നിലേക്ക് ഡയറക്റ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻറ്റേർണൽ പുള്ളപ്പ് റെസിസ്റ്റൻസ് ആണ്. ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ആ സ്വിച്ച് ഓപ്പൺ ആയിരിക്കുന്ന ടൈമിൽ ആ പിന്നിലൊരു കണക്ഷൻ ഉള്ള രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ആ പിന്നിൽ ഒരു ഹൈ എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ടായിരിക്കുന്നതാണ്. എപ്പോഴെങ്കിലും നമ്മൾ ആ ബട്ടൺ പ്രസ് ചെയ്ത് സ്വിച്ച് ക്ലോസ് ചെയ്യുമ്പോഴായിരിക്കും അവിടെ 0 എന്ന് പറയുന്ന വാല്യൂ റീഡ് ആകുന്നത്. അതായത് ഈ സ്വിച്ച് കണക്ട് ചെയ്തിരിക്കുന്നത് ഡയറക്റ്റ് ഗ്രൗണ്ടിലേക്കായിരിക്കും. നമ്മളെല്ലായിടത്തും ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് പിൻ മോഡ്. എന്തിനാണ് പിൻ മോഡ് ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മുടെ പിന്നിനെ ഇൻപുട്ടായിട്ടാണോ ഔട്ട്പുട്ടായിട്ടാണോ അതോ പുള്ളപ്പ് റെസിസ്റ്റർ എനേബിൾ ചെയ്യാനാണോ എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ ഓർഡിനോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത് പിൻ മോഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടാണ് അല്ലേ. അതായത് ഒരു പിന്നിനെ എക്സാക്ട്ലി അതിനെ ഇൻപുട്ടായിട്ടോ ഔട്ട്പുട്ടായിട്ടോ കോൺഫിഗർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പിൻ മോഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. ഇത് ഇൻറ്റേർണൽ പുള്ളപ്പ് റെസിസ്റ്ററിനെ എനേബിൾ ചെയ്യിക്കാൻ വേണ്ടി നമുക്ക് ഈ സെയിം ഫംഗ്ഷൻ ഉപയോഗിക്കാമെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ദെൻ ഒരു ഇൻപുട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ നമ്മുടെ ഇൻറ്റേർണൽ പുള്ളപ്പ് റെസിസ്റ്ററിനെ ഡിസേബിൾ ചെയ്യിക്കാൻ വേണ്ടിയിട്ടും സെയിം കമാൻഡ് ഉപയോഗിക്കാം. ദെൻ അതിൻ്റെ ഒരു സിൻടാക്സ് പറയുകയാണെങ്കിൽ വോയിഡ് സെറ്റപ്പിലാണ് നമ്മൾ സാധാരണ പിൻ മോഡ് ഫങ്ഷൻസ് ഉപയോഗിക്കുക. വോയിഡ് സെറ്റപ്പിനുള്ളിൽ പിൻ മോഡ് പിൻ കോമ മോഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പിൻ നമ്പറും മോഡ് എന്ന് പറയുന്നത് ഇൻപുട്ടോ ഔട്ട്പുട്ടോ അല്ലെങ്കിൽ ഇൻപുട്ട് അണ്ടർസ്കോർ പുള്ളപ്പ് എന്ന് പറഞ്ഞ ഫങ്ഷനോ ആയിരിക്കും. നമ്മൾ ഇതുവരെ കണ്ടതെല്ലാം ഡിജിറ്റൽ റീഡ് ഫങ്ഷൻസ് ആയിരുന്നു. ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസിന് തന്നെ ഇൻപുട്ട് ഫങ്ഷൻസിനെയാണ് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു പിന്നിലേക്ക് ഔട്ട്പുട്ട് കൊടുക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഫങ്ഷനാണ് ഡിജിറ്റൽ റൈറ്റ്. ഡിജിറ്റൽ റൈറ്റ് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു പിന്നിനെ ഔട്ട്പുട്ട് പിന്നാക്കി സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതായത് നമ്മുടെ പിൻ മോഡ് യൂസ് ചെയ്തിട്ട് ഒരു പിന്നിനെ മെൻഷൻ ചെയ്യുക, ദെൻ അത് ഔട്ട്പുട്ട് പിന്നാക്കി സെറ്റ് ചെയ്യുക. ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി സംഭവിക്കുന്നത് ആ പിന്നിൻ്റെ വാല്യൂ ഒരു 5 വോൾട്ടിലേക്കോ അല്ലെങ്കിൽ 3.3 വോൾട്ടിലേക്കോ ഡയറക്റ്റ് കണക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും. അത് ഡിപ്പെൻസ് ഓൺ ബോർഡാണ്. ഒന്നുകിൽ 3.3 വോൾട്ട് അല്ലെങ്കിൽ 5 വോൾട്ട് ആയിരിക്കാം. ദെൻ നമ്മൾ ഇൻപുട്ട് പിന്നാക്കി സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പിന്നിലേക്കാണ് നമ്മൾ ഈ ഡിജിറ്റൽ റൈറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരിക്കലും ഔട്ട്പുട്ടിലേക്ക് കിട്ടത്തില്ല. കാരണം എന്താണ്, നമ്മുടെ ഇൻറ്റേർണൽ പുള്ളപ്പ് റെസിസ്റ്ററിനെ എനേബിൾ ചെയ്യിക്കാൻ വേണ്ടി മാത്രമേ ആ കമാൻഡ് അവിടെ ഉപയോഗപ്പെടുകയുള്ളൂ. അതർവൈസ് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഔട്ട്പുട്ട് പിന്നാക്കി സെറ്റ് ചെയ്യാത്ത ഒരു പിന്നിലേക്ക് നമ്മളൊരു LED കണക്ട് ചെയ്തതിന് ശേഷം അവിടെ ഒരു ഡിജിറ്റൽ റൈറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുക്കുകയാണെങ്കിൽ, ആ പിന്നിനെ എനേബിൾ ചെയ്യിക്കാനായിട്ട് ഒരു ഡിജിറ്റൽ റൈറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും അത് ബ്ലിങ്ക് ചെയ്യത്തില്ല. അത് ഡിം ആവത്തേ ഉള്ളൂ. ആ LED ഡിം ആവത്തേ ഉള്ളൂ. കാരണം അവിടെ സീരീസ് ആയിട്ട് കണക്ഷൻ, ഇൻറ്റേർണൽ കണക്ഷൻ വരുന്ന ഒരു റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ വാല്യൂ റെസിസ്റ്ററാണ്. അപ്പോൾ ആ LED ഡിം ആവത്തേ ഉള്ളൂ. ഇനി നമുക്ക് ഡിജിറ്റൽ റൈറ്റിൻ്റെ സിൻടാക്സ് എങ്ങനെയാണ് എന്നൊന്ന് നോക്കാം. റൈറ്റിംഗ് ഫംഗ്ഷൻ സാധാരണഗതിയിൽ നമ്മൾ ലൂപ്പിനുള്ളിലാണ് എഴുതാറ്. വോയിഡ് ലൂപ്പിനുള്ളിൽ ഡിജിറ്റൽ റൈറ്റ്, പാരാൻതീസിനുള്ളിൽ പിൻ കോമ ഹൈ ഓർ ലോ. ഇവിടെ പിൻ എന്ന് പറയുന്നത് ഒരു പിൻ നമ്പർ ആയിരിക്കും, നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പിൻ നമ്പർ ആയിരിക്കും. പിൻ എന്ന് പറയുന്നത് ഹൈ ഓർ ലോ എന്ന് പറയുന്നത് റൈറ്റ് ചെയ്യാൻ പോകുന്ന വാല്യൂ ആയിരിക്കും. നമുക്കിനി ഒരു എക്സാമ്പിളിലേക്ക് പോവാം. ഇൻറ്റ് LED ഈക്വൽ ടു 6 എന്ന് പറയുന്ന പിന്നിനെയാണ് നമ്മളിവിടെ LED എന്ന് പറയുന്ന ഒരു വേരിയബിൾ വെച്ച് ഇനിഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ കോഡിൽ എല്ലായിടത്തും യൂസ് ചെയ്യുന്ന LED എന്ന് പറയുന്ന വാക്കായിരിക്കും, അല്ലെങ്കിൽ ആ വേരിയബിൾ ആയിരിക്കും. 6 എന്ന് പറഞ്ഞ പിൻ നമ്പർ ആയിരിക്കത്തില്ല. ദെൻ വോയിഡ് സെറ്റപ്പിനുള്ളിൽ നമ്മൾ പിൻ മോഡ് സെറ്റ് ചെയ്തു. പിൻ നമ്പർ 6നെ ഒരു ഔട്ട്പുട്ട് പിന്നാക്കി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ദെൻ ലൂപ്പിനുള്ളിൽ ഡിജിറ്റൽ റൈറ്റ് LED കോമ ഹൈ, ആ പിൻ നമ്പർ 6നെയാണ് നമ്മളിവിടെ LED ആയിട്ട് കണക്കാക്കുന്നത്. അപ്പം LED കോമ ഹൈ, അപ്പോൾ 6th പിന്നിലേക്ക് ഹൈ എന്ന് പറയുന്ന ഒരു വാല്യൂ പ്രിൻ്റായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ കണക്ട് ചെയ്തിരിക്കുന്ന LED എന്ത് ചെയ്യും, ക്ലോ ചെയ്യും. ദെൻ ഒരു 5 സെക്കൻഡ് ഡിലേ ഇട്ടിട്ടുണ്ട്. ആഫ്റ്റർ ദാറ്റ് 5 സെക്കൻഡ് അല്ല, 500 മില്ലി സെക്കൻഡേ ഉള്ളൂ. 500 മില്ലി സെക്കൻഡ് ഡിലേ ഇട്ടതിന് ശേഷം
ആ എൽ ഇ ഡിനെ ഓഫ് ചെയ്യാനുള്ള കമാൻഡാണ് ഡിജിറ്റൽ റൈറ്റ് LED, ലോ. ദെൻ അഗെയിൻ ഒരു ഡിലേ കഴിഞ്ഞതിന് ശേഷം ലൂപ്പ് ക്ലോസ് ചെയ്തു. നമ്മൾ ഇതുവരെ പഠിച്ച ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ് എല്ലാം ഡിജിറ്റലായിരുന്നു അല്ലേ? അതായത് ഡിജിറ്റൽ റീഡ്, ഡിജിറ്റൽ റൈറ്റ്, ഇതൊക്കെയാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി നമുക്ക് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ആയിട്ടുള്ള സിഗ്നൽസിനെ റീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു ഫംഗ്ഷനാണ് അനലോഗ് റീഡ് ഫംഗ്ഷൻ. നമ്മുടെ ഓർഡിനോ ബോർഡിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു 6 പിന്ന് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അനലോഗ് ഇൻ എന്ന് പറഞ്ഞിട്ട്. ഈ പിൻസ് ആയിരിക്കും നമ്മൾ അനലോഗ് റീഡിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ പിൻസ് നമ്മുടെ 0 അല്ലെങ്കിൽ 1 എന്ന് പറയുന്ന സ്റ്റേറ്റ്സിനെ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് നമ്മുടെ കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ആയിട്ടുള്ള, ഇപ്പോൾ ഒരു അൾട്രാസോണിക് ഡിവൈസ് വെച്ചിട്ട് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുകയാണ്. അത് കണ്ടിന്യൂസ്ലി വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിഗ്നലാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. അപ്പോൾ ഈ സിഗ്നലിനെ റീഡ് ചെയ്തെടുക്കണമെങ്കിൽ കണ്ടിന്യൂസ്ലി ആ സിഗ്നൽസിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം അല്ലേ? നമ്മുടെ അൾട്രാസോണിക് ഡിവൈസിൻ്റെ അടുത്തേക്ക് വരുന്നതും അകന്നു പോകുന്നതുമായിട്ടുള്ള സിഗ്നല് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റിലാണ് നമ്മളിവിടെ അനലോഗ് റീഡ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പിന്നിലേക്ക് അല്ലെങ്കിൽ അനലോഗ് പിന്നിലേക്ക് നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ഒരു വേരിയിങ് സിഗ്നൽ എന്ന് പറയുന്നത് ഒരു 0 to 5 വോൾട്ട് ആയിരിക്കും. അപ്പോൾ ഈ 0 to 5 വോൾട്ടിലേക്ക് വേരി ചെയ്യുമ്പോൾ നമ്മുടെ ഫംഗ്ഷൻ നമുക്ക് റിട്ടേൺ തരുന്ന വാല്യൂ 0 to 1023 വരെയുള്ള വേരിയേഷൻ ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഇവിടെ പറയുകയാണെങ്കിൽ ഒരു 2.5 വോൾട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്കവിടെ റീഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ 512 എന്നുള്ളതായിരിക്കും. അപ്പോൾ 3.5 ആണെങ്കിൽ അതിനനുസരിച്ചുള്ളൊരു വാല്യൂ ആയിരിക്കും നമുക്ക് റിട്ടേൺ ചെയ്യുക. ഈ ഫംഗ്ഷൻ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജിനനുസരിച്ചുള്ള ഒരു വാല്യൂ നമുക്ക് തരും. ആ വാല്യൂവിലായിരിക്കും നമ്മൾ പിന്നെ പ്രോസസ്സിങ് നടത്തുക. ഇതിൻ്റെ സിൻടാക്സ് എങ്ങനെയാണെന്ന് നോക്കാം. അനലോഗ് റീഡ് ഓഫ് പിൻ, നമ്മൾ ആ പിൻ എന്നുള്ളിടത്ത് നമ്മുടെ പിൻ നമ്പർ കൊടുത്താൽ മതിയാകും. ദെൻ സാധാരണ ബോർഡുകളിലെല്ലാം 0 to 5 വോൾട്ട് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മിനി, നാനോ, മെഗാ എന്നിങ്ങനെ ബോർഡുകൾ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് 0 to 7, 0 to 50 എന്നിങ്ങനെയൊക്കെ ചേഞ്ചസ് വരാം. വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരുന്ന ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത ബെലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ടെക്ബിറ്റ് അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ടെക് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.